നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ 1:19 മുതൽ 23 വരെ. നീ ആരെന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ യെരുശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവൻ്റെ അടുക്കൽ അയച്ചപ്പോൾ അവൻ്റെ സാക്ഷ്യം എന്തെന്നാൽ, അവൻ മറുക്കാതെ ഏറ്റുപറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല എന്ന് ഏറ്റുപറഞ്ഞു. പിന്നെ എന്ത്, നീ ഏലിയാവോ എന്ന് അവനോട് ചോദിച്ചതിന് അല്ല എന്ന് പറഞ്ഞു. നീ ആ പ്രവാചകനോ എന്നതിന് അല്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അവർ അവനോട്, നീ ആരാകുന്നു? ഞങ്ങളെ അയച്ചവരോട് ഉത്തരം പറയേണ്ടതിന് നീ നിന്നെക്കുറിച്ച് തന്നെ എന്തു പറയുന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ, യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വഴി നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം ഞാനാകുന്നു എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. ദൈവമേ, നല്ല കർത്താവേ, തരുന്ന എല്ലാ കരുണയ്ക്കായിട്ടും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളെ നിലനിർത്തുന്നതിൻ്റെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. പരിശുദ്ധ സഭയിലൂടെ ഈ ലോകത്തെ ശുശ്രൂഷിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും നീ വിളിച്ചിരിക്കുന്നതിനാൽ ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. കർത്താവെ, പ്രത്യേകമായി നിയോഗിക്കപ്പെടുന്നവരെയും ഞങ്ങൾ ഓർക്കുന്നു. ഇന്ന് നടക്കുന്ന ശുശ്രൂഷയിലൂടെ കർത്താവെ, ഇന്ന് കശിശന്മാരായി പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ജനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഇതെല്ലാം ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് കാരണമായി തീരണമേ. കൃപയിൽ ഞങ്ങളെല്ലാവരെയും പാലിക്കണമേ. യേശു മശിഹാ മൂലമുള്ള പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. വിശുദ്ധ വേദപുസ്തകം നമ്മൾ തുടക്കം മുതൽ ഒടുക്കം വരെയും പഠിക്കുമ്പോൾ അവിടെയെല്ലാം മുഴങ്ങി നിൽക്കുന്നതും വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിൽ വരയ്ക്കപ്പെടുന്നതുമായ ഒരു സന്ദേശം അന്വേഷണങ്ങളാണ്. ഇവിടെയും ഒരു അന്വേഷണത്തിൻ്റെ കഥയാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ ചില മനുഷ്യരെല്ലാം കൂടിച്ചേർന്ന് യോഹന്നാനിലേക്കാണ് അന്വേഷണത്തിൻ്റെ വിരൽ ചൂണ്ടുന്നത്. നീ ആരാണെന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേദപുസ്തകം എല്ലായ്പ്പോഴും അന്വേഷണങ്ങളെക്കുറിച്ച് വളരെ കാര്യമായിട്ട് പറയുന്നുണ്ട്. ആദ്യ ദിവസങ്ങളിൽ ദൈവം ഒന്ന് അന്വേഷിച്ചു. നീ എവിടെയാണ് എന്നൊരു ചോദ്യത്തിലൂടെയായിരുന്നു ആ അന്വേഷണം. നീ എവിടെയാണ്? ആദ്യ മനുഷ്യരായ 2 പേർ അപ്പോൾ ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അവർ മരത്തിൻ്റെ പിന്നിലായിരുന്നു. എവിടെയാണെന്ന് പറയാൻ കഴിയാത്തവരായ ഒരു അവ്യക്തതയുടെ ലോകത്തിൽ അവർ അപ്പോൾ ജീവിക്കുകയായിരുന്നു. അവിടെ മുതൽ പിന്നീട് വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഓരോ താളുകളിലും നമ്മൾ പരിശോധിച്ച് വരുമ്പോൾ അവിടെയെല്ലാം അന്വേഷകനായി ദൈവം ഇങ്ങനെ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാം. അവൻ പ്രവാചകന്മാരിലൂടെയും രാജാക്കന്മാരിലൂടെയും ന്യായാധിപന്മാരിലൂടെയും ചക്രവർത്തിമാരിലൂടെയും പുരോഹിതന്മാരിലൂടെയും എല്ലാം മനുഷ്യരെ അന്വേഷിക്കുകയായിരുന്നു. എന്നിൽ നിന്ന് അകന്നുപോയ മനുഷ്യർ അല്ലേ? ദൈവത്തിൻ്റെ കൈപിടിച്ച് നടക്കേണ്ടുന്നവൻ പാപത്തിൻ്റെ കൈയും പിടിച്ച് ഈ ലോകത്തിൻ്റെ ഇടങ്ങളിലേക്ക് നടന്നു പോയപ്പോൾ അവനെ പുറകെ നടന്ന് അന്വേഷിക്കുന്ന സ്നേഹനിധിയായ ഒരു ദൈവത്തെക്കുറിച്ച് തന്നെയാണ് വേദപുസ്തകം നമ്മളെ അറിയിക്കുന്നത്. അവൻ്റെ ശ്രമങ്ങളെല്ലാം വേണ്ട വിധത്തിൽ വിജയിക്കാതെ വരുന്നുണ്ട്. പ്രവാചകന്മാരിലൂടെയും പുരോഹിതന്മാരിലൂടെയൊക്കെ നടത്തുന്ന ശ്രമം. എന്നാൽ ഒടുവിൽ ഈ അന്വേഷണത്തിൻ്റെ ഒരു പൂർത്തീകരണം എന്ന നിലയിൽ അവൻ തന്നെ ലോകത്തിലേക്ക് വരികയാണ്. പുത്രനായി ക്രിസ്തുവിലൂടെ അന്വേഷണം പൂർത്തിയാക്കുന്നൊരു ദൈവത്തെ നമുക്ക് കാണാം. ഈ ക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കുവാൻ ഇവിടേക്ക് ഒരുവൻ വന്നു. അതായിരുന്നു യോഹന്നാൻ. യോഹന്നാൻ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ അന്വേഷണം സ്വാഭാവികമാണ്. സ്നാപക യോഹന്നാൻ എന്നൊക്കെ നമ്മൾ വിളിക്കും. അന്വേഷണം സ്വാഭാവികമാണ്. കാരണം ഇവിടെ വന്നവൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. ദൈവത്താൽ അയക്കപ്പെട്ടവരെ ലോകം അന്വേഷിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. ദൈവത്താൽ അയക്കപ്പെട്ടവരോട് ചോദ്യങ്ങളുണ്ടാകും എന്നുള്ളതിന് സംശയം വേണ്ട. ദൈവത്താൽ അയക്കപ്പെട്ടവർക്ക് ചില ചോദ്യങ്ങളുടെ മുൾമുനയിൽ നിന്നുകൊണ്ട് ജീവിതം നയിക്കേണ്ടി വരും എന്നുള്ളതിന് സംശയം വേണ്ട. നമ്മളെല്ലാവരും അങ്ങനെ നിയോഗിക്കപ്പെട്ടവരും അയക്കപ്പെട്ടവരുമാണ്. അതുകൊണ്ട് നമുക്ക് നേരെയും ധാരാളം ചോദ്യങ്ങളുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് വേണം ഈ ക്രിസ്തു വഴിയിൽ നമ്മൾ സഞ്ചരിക്കുവാൻ. ഈ യോഹന്നാനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. എല്ലാ സുവിശേഷങ്ങളിലും കാര്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളവിടെ എല്ലാം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് ഈ അന്വേഷണം സംഭവിക്കുന്നത്. ഒന്ന്, ദൈവത്താൽ അയക്കപ്പെട്ടവനായതുകൊണ്ടാണ്. മറ്റൊന്ന്, അവൻ സാക്ഷിക്കുകയായിരുന്നു. നിരന്തരമായി അവൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ക്രിസ്തുവിനെക്കുറിച്ച് അവൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അസാധാരണമായ ശബ്ദത്തിൽ, നിഷേധിക്കാൻ കഴിയാത്ത സത്യങ്ങളെ വിളിച്ചു പറയുമ്പോൾ അസാധാരണമായ ശബ്ദത്തിൽ
നിഷേധിക്കാൻ കഴിയാത്ത ചില സത്യങ്ങളെ വിളിച്ചു പറയുമ്പോൾ അതെന്താണ്, അതേതാണ്, നീ ആരാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വളരെ സ്വാഭാവികമാണ്. ഈ ചോദ്യത്തിന് മുമ്പിൽ ഒന്ന് നിൽക്കുന്നുണ്ട് സ്നാപക യോഹന്നാൻ. എന്നിട്ട് ഇനി സംസാരിച്ചു തുടങ്ങുകയാണ്. 2 കാര്യങ്ങൾ യോഹന്നാന് പറയണം. 2 കാര്യങ്ങൾ സ്നാപക യോഹന്നാന് പറയണം. ആ 2 കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനം. ഒന്ന് ചെറിയൊരു വാചകമാണ്, ഐഡൻറ്റിറ്റി. നമ്മൾ സാധാരണയായി പറയുന്ന ഒരു വാക്ക് തന്നെയാണ്, ഒരു വാചകം തന്നെയാണ്. പുതുമകളൊന്നും അതിനകത്ത് രേഖപ്പെടുത്താനില്ല. പക്ഷേ യോഹന്നാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ചോദ്യത്തിൻ്റെ മുനയിൽ അവൻ പറയേണ്ടുന്ന ഒന്നാമത്തെ കാര്യം അവൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചാണ്. ഞാൻ ആരാണ്, അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന നീ ആരാണ് എന്നുള്ള ചോദ്യത്തിന് കൃത്യതയുള്ള ഒരു ഉത്തരം പറയണം. നമ്മളിപ്പോൾ വായിച്ചു കേട്ട ഭാഗത്ത് പല ചോദ്യങ്ങളാണ്. നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ നീ അതാണോ 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 എന്ന് ആവർത്തിച്ച് ആളുകൾ ചോദിക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ യോഹന്നാൻ സ്നാപകൻ്റെ ഉത്തരം വളരെ വ്യക്തമാണ്. അദ്ദേഹം പറയണം, ഐ ആം നോട്ട് ദ ക്രൈസ്റ്റ്, ഐ ആം നോട്ട് എലൈജ, ഐ ആം നോട്ട് എ പ്രൊഫറ്റ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ക്രിസ്തുവല്ല, ഞാൻ ഏലിയാവല്ല, ഞാൻ ഒരു പ്രവാചകനല്ല, ഞാൻ ചിലതൊന്നുമല്ല എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ എല്ലാമാണ്, ഞാൻ ഇതൊക്കെയാണ്, ഞാൻ ഇതിനും മേലെയാണെന്ന് പറയാൻ ശ്രമിക്കുന്ന ഒരു വല്ലാത്ത ആത്മീയ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഞാൻ ഇതൊന്നുമല്ല, ഞാൻ അത്രയുമൊന്നും ഇല്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു മനുഷ്യനെ നമുക്ക് യോഹന്നാനിൽ കാണാം. ഈ യോഹന്നാൻ തുടരുന്നത് എങ്ങനെയാണ്? പറഞ്ഞു വയ്ക്കുകയാണ്, ഐ ആം ദ വോയിസ്, ഐ ആം ദ വോയിസ്. ക്രിസ്തു എന്ന് വിളിച്ചു പറയുന്ന ശബ്ദമാണ് ഞാൻ, വോയിസ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. വോയിസ് എന്ന വാക്കിൻ്റെ ഗ്രീക്ക് പദം ഫോനെ എന്നാണ്. ഫോനെ, എൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ എന്നറിയില്ല, ഞാനൊരു ഗ്രീക്ക് വിദഗ്ധനല്ല. ഫോനെ എന്നാണ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണെന്ന് മനസ്സിലായത്. ഫോനെ എന്ന് പറഞ്ഞാൽ നോട്ട് ജസ്റ്റ് എ സൗണ്ട് ബട്ട് എ മീനിങ്ഫുൾ കമ്മ്യൂണിക്കേഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് വെറും ഒരു ശബ്ദമല്ല, ഇതൊരു കോലാഹലമല്ല, ഇത് പുറപ്പെടുവിക്കുന്ന വെറും എന്തെങ്കിലും ശബ്ദത്തിൻ്റെ ഒരു വീചിയല്ല. അതിനപ്പുറത്ത് ആ വാക്കിൻ്റെ അർത്ഥം വളരെ അർത്ഥവത്തായ ഒരു സംവേദനം എന്നാണ്. ഫോനെ എന്ന് പറഞ്ഞാൽ ഒരു സംവേദനമാണ്. അത് വളരെ അർത്ഥവത്തായി വിളിച്ചു പറയുന്ന മനോഹരമായ ഒരു കവിത പോലെയാണ്. അതാണ് ആ ഭാഗം നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് 2 വാക്കുകൾ നമ്മൾ ഓർക്കണം. യോഹന്നാൻ പറയുകയാണ്, ഞാൻ ഫോനെയാണ്, ഞാൻ ശബ്ദമാണ്, ഞാൻ വോയിസ് ആണെന്ന് പറയുമ്പോൾ പറഞ്ഞു വെക്കുന്നത് എന്താണ്? ഐ ആം നോട്ട് ദ വേർഡ്, ഐ ആം നോട്ട് ദ വേർഡ് ബട്ട് ദ വോയിസ്. ഞാൻ വേർഡല്ല, ഞാൻ വചനമല്ല, ഞാൻ ക്രിസ്തുവല്ല. ഞാൻ എന്താണ്? ക്രിസ്തുവിൻ്റെ ശബ്ദത്തെ പ്രതിഫലിപ്പിക്കുന്ന ഉപകരണമാണ്. ഓരോ ദൈവ പൈതലിൻ്റെയും ഈ ലോകത്തിലെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടേണ്ടത് ഈ ആത്മീയ വിചാരത്തിലാണ്. ഞാനും നിങ്ങളുമൊന്നും ഫോനെ അല്ല, ഞാനും നിങ്ങളുമൊന്നും വചനമല്ല, ഞാനും നിങ്ങളുമൊക്കെ വചനത്തെ പ്രതിഫലിപ്പിക്കുന്നവരാണ്. ഇന്ന് പരിശുദ്ധ സഭയിലൂടെ, അഭിവന്യ തിരുമേനിയിലൂടെ ഷന്മാശന്മാരുടെ ഗണത്തിൽ നിന്ന് കശീശന്മാരുടെ ഗണത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്ന പ്രിയപ്പെട്ട അബിൻ ഷമാശനും ആശിഷ് ഷമാശനും എന്താണ് ആകേണ്ടത്? എന്താണ് അവരുടെ ഐഡൻറ്റിറ്റി? എന്താണ് അവരുടെ വ്യക്തിത്വം? അതിതാണ്, നമ്മൾ വചനമല്ല, നമ്മൾ വേർഡല്ല, നമ്മൾ വോയിസാണ്. ദൈവത്തിൻ്റെ ശബ്ദമായി മാറാൻ നമുക്ക് കഴിയണം. ആരാണ് വചനം? വേർഡ് എന്ന് പറയുന്നത്, ലോഗോസ് എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. നമ്മൾ ആരാണ്? നമ്മൾ വോയിസാണ്. യോഹന്നാൻ പറഞ്ഞു, ഞാൻ വോയിസാണ്. അതിന് പിന്മുറക്കാരെ ആവശ്യമുണ്ട്. അങ്ങനെ പറയുന്ന പിന്മുറക്കാരെ ആവശ്യമുണ്ട്. നമ്മളെല്ലാവരും ഒന്നിച്ചു തന്ന് ഈ ദൈവരാജ്യത്തിൻ്റെ പ്രക്രിയയിൽ വിളിച്ചു പറയേണ്ട വാക്കാണ്, നമ്മൾ കർത്താവിൻ്റെ ശബ്ദമാണ്. ശബ്ദമായി നിലനിൽക്കാൻ കഴിയണം. ഇന്ന് കർത്താവിനെ റീപ്ലേസ് ചെയ്യുകയാണ്. അത് പാടുള്ളതല്ല. വി ആർ നോട്ട് കോൾഡ് ടു റീപ്ലേസ് ക്രൈസ്റ്റ് ബട്ട് ടു റിവീൽ ക്രൈസ്റ്റ് എന്നാണ്. ക്രിസ്തുവിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരല്ല നമ്മൾ ക്രിസ്തുവിനെ റിവീൽ ചെയ്യാനുള്ളവരാണ്, ക്രിസ്തുവിനെ വെളിപ്പെടുത്താനുള്ളവരാണ്. ആ വെളിപ്പെടുത്തലിൻ്റെ ഏറ്റവും മനോഹരമായ ഉപകരണമാണ് ശബ്ദമായി മാറുക എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ടതാണ്. കോലാഹലങ്ങൾക്ക് നടുവിൽ അർത്ഥവത്തായി നിൽക്കുന്ന ശബ്ദമാകാൻ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വലിയ ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ
ഒരു ശബ്ദം കുറിയേലായിസോൻ എന്നായിരുന്നു. എന്നോട് കരുണ തോന്നണമേ. പേരറിയാത്ത, ഊരറിയാത്ത, നാടറിയാത്ത ഒരു മനുഷ്യൻ്റെ ശബ്ദം, അർത്ഥവത്തായൊരു ശബ്ദം മുഴങ്ങിക്കേൾക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സഞ്ചാരം അവിടെ നിൽക്കുന്നുണ്ട്. ക്രിസ്തുവിനെ പിടിച്ചു നിർത്താൻ കഴിയുന്നത്ര സൗന്ദര്യമുണ്ടായിരുന്നു ആ ശബ്ദത്തിന്. അതുകൊണ്ടാണ് യേശു കർത്താവ് ബർത്തിമായിക്ക് മുമ്പിൽ ഒന്ന് നിൽക്കുന്നത് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് ശബ്ദമാകാൻ നമുക്ക് കഴിയണം. ഞാൻ കോട്ടയം സെമിനാരിയിലാണ് പഠിച്ചത്. 4-ാം വർഷം പഠിച്ച് അതിൻ്റെ അവസാന സെമസ്റ്ററിലേക്ക് വരുമ്പോൾ വന്നിരായിട്ടുള്ള പട്ടക്കാർ അധ്യാപകർ പറഞ്ഞു, ഇനി നിങ്ങളെല്ലാവരും കുപ്പായമൊക്കെ തയ്ക്കാനായിട്ട് ഒരുങ്ങണം, അതൊക്കെ ആ സമയമാകുമ്പോഴത്തേക്ക് തയ്ച്ച് കിട്ടണമെങ്കിൽ അങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ 2 കുപ്പായത്തിൻ്റെ വെള്ളത്തുണിയുമായി കോട്ടയം ടൗണിലൂടെ നടന്ന് ഒരു കുപ്പായക്കടയിൽ, കുപ്പായം തയ്ക്കുന്ന ഒരു കടയിലെത്തി. ആ കടയിലെത്തിയിട്ട് അവിടെ ഇങ്ങനെ കാത്തു നിന്നു. അവിടെ അങ്ങനെയാണ്, എല്ലായ്പ്പോഴും അവിടെ കാത്തു നിൽക്കണം. അവിടെ കാത്തു നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ തുന്നുന്നയാൾ എൻ്റെ അടുത്തോട്ട് വന്ന് പറഞ്ഞു, കുപ്പായം തയ്ക്കണമല്ലേ? തയ്ക്കണം. എന്നോട് പറഞ്ഞു അളവെടുക്കണം. ഞാൻ ആവട്ടെ. കിഴക്കോട്ട് നോക്കി നിൽക്കാൻ പറഞ്ഞു. കിഴക്കോട്ട് നോക്കി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ മുറിക്കകത്തെ കിഴക്കും പടിഞ്ഞാറും ഒന്നും മനസ്സിലായില്ല. ഞാനിങ്ങനെ ഒരു സൈഡിലോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തോട്ട് തിരിഞ്ഞു നിന്നു. അദ്ദേഹം എൻ്റെ തോളിലൊക്കെ പിടിച്ചിങ്ങനെ കൃത്യമായി കിഴക്കോട്ട് തിരിച്ചു നിർത്തി. എൻ്റെ മനസ്സിൻ്റെ ഒരു കുസൃതിയും കൗതുകവും നിമിത്തവും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അത് പ്രായമുള്ള ആളാണ്, ഞാൻ ചോദിച്ചു, അച്ഛാ എന്താ ഈ കിഴക്കോട്ട്? കിഴക്കിനെ കുറിച്ചൊക്കെ നമുക്ക് നല്ല ധാരണയുണ്ട്. അപ്പം ഞാനൊരു കൗതുകത്തിന് ചോദിച്ചതാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ കിഴക്കോട്ട് തിരിച്ചു നിർത്തി അളവെടുക്കുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞൊരു വാചകം എൻ്റെ ജീവിതത്തെ എല്ലാ കാലത്തേക്കും പ്രചോദിപ്പിക്കുന്ന മനോഹരമായ ഒരു പാഠമാണ്. അദ്ദേഹം പറഞ്ഞു, കിഴക്കോട്ട് നോക്കി എന്ന് പറഞ്ഞാൽ ദൈവമുഖത്തേക്ക് നോക്കി വേണം ഈ കുപ്പായം തുന്നാൻ. ദൈവമുഖത്തേക്ക് നോക്കി വേണം ഈ കുപ്പായം തുന്നാൻ. ഞാൻ തിരിച്ച് സെമിനാരിയിലൂടെ നടക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ദൈവമുഖത്തേക്ക് നോക്കി തുന്നുന്ന ഈ കുപ്പായം എൻ്റെ ജീവിതത്തിൽ അണിഞ്ഞു കഴിഞ്ഞാൽ ദൈവമുഖത്തേക്കല്ലാതെ പിന്നെ എങ്ങോട്ടാണ് ഞാൻ നോക്കുക? ദൈവമുഖത്തേക്ക് നോക്കി തുന്നിയ ഈ കുപ്പായം എൻ്റെ ജീവിതത്തിൽ വീണ് കഴിഞ്ഞാൽ ദൈവമുഖത്തേക്കല്ലാതെ പിന്നെ എങ്ങോട്ടാണ് ഞാൻ നോക്കുക? പ്രിയപ്പെട്ട ശമ്മാശന്മാരോട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും പറയുന്നത് ഇത് തന്നെയാണ്. കർത്താവ് തുന്നിയിടുന്നൊരു കുപ്പായമുണ്ട് നമ്മുടെ ജീവിതത്തിന്. ആ കുപ്പായമിട്ടാൽ പിന്നെ ദൈവമുഖത്തേക്ക് മാത്രമേ നോക്കാൻ നമുക്ക് കഴിയൂ. അങ്ങനെ നോക്കിയാൽ മാത്രമാണ് ഈ ലോകത്തെ തെളിമയോടെ കാണാൻ നമുക്ക് കഴിയുക. അങ്ങനെ തെളിമയോടെ കാണാൻ കഴിഞ്ഞെങ്കിൽ മാത്രമാണ് ദൈവശബ്ദമായി ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ വെളിപ്പെടലുകളായി മാറാൻ നമുക്ക് സാധിക്കുക. ഇവിടെ യോഹന്നാൻ ഒരൊറ്റ ശബ്ദമേ ഉള്ളൂ. കാർക്കശ്യത്തോടും കൂടെ പറഞ്ഞു വെച്ച ഒരുപാട് ജീവിത, സാമൂഹിക, പൊതുബോധ സത്യങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം ഒടുവിൽ പറഞ്ഞു വെച്ചത് ഒരൊറ്റ ശബ്ദമാണ്, അത് ക്രിസ്തു ഇതാ എന്നുള്ളതാണ്. ക്രിസ്തു ഇതാ, ഇത് പറയുന്ന ശബ്ദമായി ഞാനും നിങ്ങളുമൊക്കെ രൂപപ്പെടണം. ഞാനും നിങ്ങളുമൊക്കെ കോലാഹലങ്ങൾക്കും ശബ്ദകോശങ്ങൾക്കും ഇടയിൽ പറയേണ്ടുന്ന അർത്ഥവത്തായ ഒരൊറ്റ ശബ്ദമേ ഉള്ളൂ, അത് ക്രിസ്തു ഇതാ എന്നുള്ളതാണ്. രണ്ടാമത് യോഹന്നാൻ പറഞ്ഞു വെക്കുകയാണ്. അതെന്താണ്? ഒന്നാമത്തത് ഐഡൻറ്റിറ്റി ആണെങ്കിൽ രണ്ടാമത്തത് മിഷൻ ആൻഡ് വിറ്റ്നസ് എന്ന് ഞാൻ ചേർത്ത് പറയുകയാണ്. പൂരകങ്ങളായ 2 വാക്കുകളാണത്. മിഷൻ ആൻഡ് വിറ്റ്നസ്, ദൗത്യവും സാക്ഷ്യവും. ഇത് ദൂരങ്ങളിൽ നിൽക്കുന്ന 2 കാര്യങ്ങളല്ല. ഇത് രണ്ടും ചേർന്ന് നിൽക്കുന്ന 2 കാര്യങ്ങളാണ്. ദൗത്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആഗ്രഹവും സാക്ഷ്യമെന്ന് പറയുന്നത് നമുക്കതിനോടുള്ള പ്രതികരണവുമാണ്. ദൗത്യം എന്ന് പറയുന്നത് ദൈവത്തിന് നമ്മോടുള്ള ആഗ്രഹമാണ് എങ്കിൽ ഞാനും നിങ്ങളും അതിനോട് പ്രതികരിക്കുന്നതും അതിനെ പ്രതിഫലിപ്പിക്കുന്നതിനെയും പേരാണ് സാക്ഷ്യം. ആ സാക്ഷ്യമായി നമ്മൾ മാറേണ്ടതല്ലേ? നോക്കൂ, യോഹന്നാൻ സ്നാപകന് കൃത്യമായി അറിയാം എന്താണ് തൻ്റെ ദൗത്യം, എന്താണ് താൻ സാക്ഷിക്കേണ്ടത്. അതെന്താണ്? പ്രിപ്പയർ ദ വേ ഓഫ് ദ ലോർഡ്. ദൈവത്തിന്, കർത്താവിന്, ക്രിസ്തുവിന് വഴിയൊരുക്കുന്നതാണ് തൻ്റെ ശുശ്രൂഷയെന്ന് നല്ലതുപോലെ അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. ഇന്ന് പരിശുദ്ധ മദ്ബഹായുടെ മുൻപാകെ, തമ്പുരാൻ്റെ സാന്നിധ്യമായ ത്രോണോസിൻ്റെ മുമ്പാകെ, അഭിവന്യരായ പിതാക്കന്മാരുടെ മുമ്പാകെ, പരിശുദ്ധ ഏവൻഗേലിയോൻ്റെയും ഈ ശുശ്രൂഷകളുടെയും എല്ലാത്തിൻ്റെയും മുമ്പാകെ നിങ്ങൾ നിൽക്കുമ്പോൾ പട്ടക്കാർക്ക് സഭ
ഈ സാക്ഷ്യത്തിന് കൊടുക്കുന്ന, ജനത്തിന് ഈ സഭ സാക്ഷ്യത്തിന് കൊടുക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഉപകരണങ്ങളുണ്ട്. നമ്മുടെ ഭരണഘടനയിൽ അത് വളരെ കാര്യമായി എഴുതിയിട്ടുണ്ട്. ഒരു കശീശയെ നിർവചിക്കുമ്പോൾ ഭരണഘടന പറയുന്നത് അവരെ നിയോഗിക്കുന്നത് വചനത്തിൻ്റെ വ്യാഖ്യാനത്തിനും കൂദാശകളുടെ അനുഷ്ഠാനത്തിനുമാണ് എന്നാണ്. ഞാൻ ഈ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി തുന്നിയിട്ട കുപ്പായം എൻ്റെ ജീവിതത്തിലേക്ക് പതിക്കുമ്പോൾ ഞാൻ ഈ ദൈവമക്കളോട്, ദൈവജനത്തോട്, തമ്പുരാൻ ഏൽപ്പിച്ച ഈ സമൂഹത്തോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് ബോധ്യം വരുത്തുന്നുണ്ട്. വചനത്തിൻ്റെ വ്യാഖ്യാനവും കൂദാശകളുടെ അനുഷ്ഠാനവും നിമിത്തം ഈ സഭയെ ക്രമമായി പാലിക്കാനൊരു ഉത്തരവാദിത്വം എൻ്റെ മേൽ വരികയാണ്. യോഹന്നാനും അത് തന്നെയാണല്ലോ ചെയ്യുന്നത്. വചനത്തെ, യെശയ്യാവിനെ കൂട്ടുപിടിച്ച് വചനത്തെ വ്യാഖ്യാനിച്ചും, അല്ലേ, മാമോദീസായ്ക്ക് ഒരു മുൻകുറി പോലെ ഒരു സ്നാപനത്തെ സ്ഥാപിച്ചുമൊക്കെ യോഹന്നാൻ ശുശ്രൂഷ ചെയ്യുന്നത് നമുക്ക് നല്ലതുപോലെ അറിയാം. ആ ഒരു ക്രമമുണ്ടാവണം. നമുക്കൊരു തക്സ ഉണ്ട്, ചുവന്ന ബയൻഡുള്ളൊരു പുസ്തകം തക്സ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ, ആ തക്സയുടെ വാക്കിൻ്റെ അർത്ഥം ക്രമമെന്നാണ്. ഒരു ക്രമം ആവശ്യമുണ്ട്. അതുകൊണ്ട് ക്രമമല്ലാത്തതെല്ലാം അക്രമമായതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി, ക്രിസ്തുവിൻ്റെ ദൗത്യവാഹകരായി നിൽക്കുന്നവർ ഈ ക്രമത്തിലൂടെ സഞ്ചരിച്ച് സാക്ഷികളാകാനും നിയോഗിതരാകാനും ദൗത്യം നിർവഹിപ്പാനും ദൈവം തമ്പുരാൻ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനോടൊപ്പം സഞ്ചരിച്ച രണ്ട് ശിഷ്യന്മാരെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, യാക്കോബും യോഹന്നാനും. യാത്രയുടെ ഒരു ഘട്ടത്തിൽ അവർ യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് വന്ന് ശഠിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇടത്തും വലത്തും ഇരിക്കാൻ വേണ്ടി ഒരു ശാഠ്യത്തോടുകൂടെ പെരുമാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. സ്നേഹത്തിൻ്റെ മധുരം പുരട്ടിയും ഉപദേശത്തിൻ്റെ ഒരു ഘനം വെച്ചും അവരെ ശാസിച്ച് ദൈവം തമ്പുരാൻ ഒരല്പം മാറ്റി നിർത്തുന്നുണ്ട്. കർത്താവ് ഒരല്പം മാറ്റി നിർത്തുന്നുണ്ട് അവരോട്. എന്നിട്ട് അവരോട് പറഞ്ഞു വെക്കുന്നത് എന്താണ്? ഇടത്തും വലത്തും ഇരുന്ന ആളാകാനുള്ളതല്ല ഈ ശുശ്രൂഷ. നിങ്ങളുടെ ദൗത്യവും സാക്ഷ്യവും മറ്റിടങ്ങളിലേക്ക് പരന്നു പോകുന്നതാണ്. ഇന്ന് ഇടത്തും വലത്തുമൊക്കെ ഇരിക്കാൻ എന്തൊരു ഇടിയാണ്, അല്ലേ? ഇടത്തും വലത്തുമൊക്കെ ഇരിക്കാനും ആഘോഷിക്കപ്പെട്ടിരിക്കാനും ഒരുപാട് മേളിലിരിക്കാനും നല്ല വെളിച്ചത്തിൽ നിൽക്കാനുമുള്ള തിരക്കുകൾക്കിടയിൽ മറന്നു പോകുന്ന ഒരു ക്രിസ്തുവിനെ അങ്ങനെ ആവരുത്. ക്രിസ്തുവിന് മുറിവ് പറ്റാൻ ഇടയാകാത്ത വിധത്തിൽ ഇടിവെക്കാത്ത മനുഷ്യരായി മാറാൻ ദൈവം തമ്പുരാൻ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റൊരിടത്ത് യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം ഒരു വഴിയിലൂടെ സഞ്ചരിച്ചു പോകുന്ന രണ്ട് ശിഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ട്. അത് പത്രോസും യോഹന്നാനുമാണ്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 3-ാം അധ്യായം വായിച്ചാൽ അവരെ നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? സുന്ദരമെന്ന് പറയുന്ന ഒരു ഗോപുരത്തിൻ്റെ ചുവട്ടിൽ സുന്ദരമല്ലാത്ത ജീവിതവുമായിരിക്കുന്ന ഒരു മനുഷ്യൻ. സുന്ദരമെന്ന് പറയുന്ന ഗോപുരത്തിൻ്റെ ചുവട്ടിൽ സുന്ദരമല്ലാത്ത ജീവിതവുമായിരിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ അരികിലേക്ക് ചെന്നിട്ട് ഈ ശിഷ്യന്മാർ പറയുന്നത്, ഞങ്ങളെ നോക്കൂ. അവരെ ഉറ്റുനോക്കി എന്ന് പറയുന്നുണ്ട്. ശിഷ്യന്മാർ രണ്ടുപേരും ചേർന്ന് പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ നോക്കാൻ. നോക്കിയവനോട് അവിടെ എഴുതിയിരിക്കുന്ന അവൻ സൂക്ഷിച്ചു നോക്കിയെന്നാണ്. ഉറ്റുനോക്കിയവനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ ശിഷ്യന്മാർ പറഞ്ഞു, നീ ഞങ്ങളെ നോക്കൂ, പക്ഷെ നീ കാണേണ്ടത് എന്താണ്? വെള്ളിയല്ല, പൊന്നല്ല, മറ്റു നാണയങ്ങളൊന്നുമല്ല. മനുഷ്യരെ പിടിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളെ അയച്ച ഒരുവനുണ്ട്, അവൻ ക്രിസ്തുവാണ്. അവനെ നീ നോക്കൂ, അപ്പോൾ ഞങ്ങളൊന്ന് പിടിക്കാം, ക്രിസ്തു നിന്നെ പിടിക്കും. അങ്ങനെ കൈകൊടുത്തവനെ എഴുന്നേൽപ്പിച്ചപ്പോൾ അവൻ പിന്നെ തുള്ളിയും ചാടിയും ദൈവാലയത്തിലേക്ക് കടന്നു എന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ഉറ്റുനോക്കിയവരെ സൂക്ഷിച്ചു നോക്കിയവൻ ക്രിസ്തുവിനെയാണ് കണ്ടത്, പത്രോസിനെയും യോഹന്നാനെയും അല്ല. ഞാനും നിങ്ങളുമൊക്കെ നോക്കുന്നവർ നമ്മെ നോക്കിയാൽ ആരെയാണ് കാണുക? നമ്മുടെ ദൗത്യവും സാക്ഷ്യവും എവിടെ നിൽക്കുന്നു? നമ്മൾ നോക്കുന്നവർ നമ്മളെ നോക്കിയാൽ നമ്മളിൽ ആരെയാണ് കാണുക? അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? നമ്മളെല്ലാം വായിച്ചിട്ടുള്ളൊരു പുസ്തകമാകും. സെമിനാരി കാലത്ത് ഞാൻ വായിച്ചൊരു പുസ്തകം അച്ഛന്മാരെല്ലാം വായിച്ചിട്ടുണ്ടാകും. ഒരു കുഞ്ഞു പുസ്തകമാണ്. ജാപ്പനീസ് എഴുത്തുകാരനായിട്ടുള്ള കൊസുക്കെ കൊയാമ എന്ന് പറയുന്ന മനുഷ്യനാണ് അത് എഴുതിയത്. ആ പുസ്തകത്തിൽ ഒരുപാട് പേജുകളില്ല. ആ പുസ്തകം വായിക്കണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ മോശം പുസ്തകമായതുകൊണ്ടല്ല, അതിൻ്റെ ടൈറ്റിൽ വായിച്ചാൽ ആ പുസ്തകം മുഴുവൻ വായിച്ചതുപോലെയാണ്. അതിൻ്റെ ടൈറ്റിൽ വായിച്ചാൽ പുസ്തകം മുഴുവൻ വായിച്ചതുപോലെയാണ്. ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് അദ്ദേഹം എഴുതി വെക്കുന്നത്. പുസ്തകത്തിൻ്റെ മുഴുവൻ ആശയങ്ങളും ആ ഒരൊറ്റ പേരിലുണ്ട്. അതിൻ്റെ പേരിങ്ങനെയാണ്, നോ ഹാൻഡിൽ ഓൺ ദ ക്രോസ്.
നോ ഹാൻഡിൽ ഓൺ ദ ക്രോസ്. കുരിശിന് പിടിയില്ല. കുരിശിന് പിടിയില്ല. കുരിശിന് എന്തുകൊണ്ടാണ് പിടിയില്ലാത്തത്? കുരിശിന് പിടിയില്ലാത്തത് അത് തൂക്കിപ്പിടിച്ചു കൊണ്ടുപോകാനുള്ളൊരു സംഗതി അല്ലാത്തത് കൊണ്ടാണ്. കുരിശിന് പിടിയില്ലാത്തത് എന്തുകൊണ്ടാണ്? അത് തൂക്കിപ്പിടിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് അത് കൊണ്ടുപോകേണ്ടത്? അത് ചുമന്നുകൊണ്ട് വഹിച്ചുകൊണ്ട് പോകേണ്ടതാണ്. യേശു കർത്താവ് കുരിശു പകരുന്നൊരിടമുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കഷ്ടാനുഭവ ആഴ്ചയിലായിരുന്നല്ലോ. കർത്താവ് കുരിശു പകരുന്നൊരിടമുണ്ട്. കർത്താവ് കുരിശു പകരുമ്പോൾ അത് സ്വീകരിച്ച ശിമോൻ അത് ചുമലിൽ വഹിച്ചു കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അങ്ങനെ കൊണ്ടുപോകാനുള്ളതാണ്. തൂക്കിപ്പിടിച്ചു കൊണ്ടുപോകാനുള്ളൊരു സൗകര്യമല്ല കുരിശ്. അതിനപ്പുറത്ത് ജീവിതം കൊണ്ട് വഹിക്കാനുള്ള സാക്ഷ്യമാണ് കുരിശ്. തൂക്കിപ്പിടിച്ചു കൊണ്ടുപോകാനുള്ളൊരു സൗകര്യമല്ല കുരിശ്. പിന്നെയോ ജീവിതം കൊണ്ട് ചുമന്നു കൊണ്ടുപോകാനുള്ള ഒരു സാക്ഷ്യമാണ് കുരിശ് എന്ന് നമ്മൾ മറക്കരുത്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സാക്ഷ്യം അർത്ഥവത്താകുന്നത്. എന്നേക്കാൾ ശക്തനായവൻ, എന്നേക്കാൾ ശക്തനായവൻ വരുന്നു. ഈ ദിവസങ്ങളിലൊക്കെ VBSൻ്റെ കാലമാണല്ലോ. ഇന്നലെയാണ് എൻ്റെ പള്ളിയിൽ VBS സമാപിച്ചത്. ഈ വർഷത്തെ VBSൻ്റെ തീം വളരെ അർത്ഥവത്താണ്. നമ്മുടെ കുഞ്ഞുങ്ങളോട് 2026 പറയേണ്ടുന്ന മനോഹരമായൊരു സന്ദേശമാണ് ഈ വർഷത്തെ നമ്മുടെ VBSൻ്റെ തീം. ഞാൻ സൺഡേ സ്കൂൾ സമാജത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ വിഷയം ഇതാണ്: ക്രിസ്തുവിൽ ഉറച്ചു നിൽപ്പേൻ. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ ഐഡൻറ്റിറ്റിയും മിഷനും വിറ്റ്നസ്സും ഒക്കെ ധ്യാനിക്കുന്ന ഈ സമയത്ത് ഇന്ന് കശീശന്മാരാകാൻ പ്രവേശിക്കുന്ന ഈ പ്രിയപ്പെട്ടവരോടും നമ്മളോട് എല്ലാവരോടും ഈ കാലം ദൈവവും ദൈവവചനവും ആവശ്യപ്പെടുന്നത് ക്രിസ്തുവിൽ ഉറച്ചു നിൽപ്പേൻ. അങ്ങനെ ഉറച്ചു നിന്നാൽ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ശബ്ദമാകും, ദൈവത്തിൻ്റെ ദൗത്യവാഹകരാകും. തൂക്കിപ്പിടിക്കുന്ന കുരിശല്ല, വഹിച്ചു കൊണ്ടുപോകുന്ന കുരിശിൻ്റെ വെളിച്ചമുള്ള സാക്ഷികളും ആയിത്തീരും. യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് നമ്മളെല്ലാവരും എന്താവണം? ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്നവർ ആകണം. ഇന്ന് അമലോകിയൻ്റെ പ്രതിജ്ഞയിലൂടെയും പരിശുദ്ധ പിതാവിൻ്റെ കൈവപ്പിലൂടെയും ഈ സഭയുടെ മുമ്പാകെ തമ്പുരാനെ ഏറ്റെടുക്കുന്ന, അടിമുതൽ മുടി വരെയും തമ്പുരാനെ ഏറ്റെടുക്കുന്ന ഈ പ്രിയപ്പെട്ട എബിൻ ഷമാശനും ആശിഷ് ഷമാശനും ഇവിടെ കൂടി വന്നിരിക്കുന്ന ഞാനും നിങ്ങളുമെല്ലാം ഇതുറപ്പിക്കുക. ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുക. വല്ലാത്തൊരു കാലത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ ക്രിസ്തുവിൽ ഉറച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിനൊരു ഭാഗ്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിനൊരു സ്തോത്രം നമ്മൾ പറയേണ്ടതുണ്ട്. അതിനൊരു ഭാഗ്യം ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്. അതിനൊരു സ്തോത്രം നമ്മൾ പറയേണ്ടതുണ്ട്. നമ്മൾ പാടും: കനിവും നല്ല മനസ്സലിവും കരുണയുമുള്ള കൃപാകരനേ, ഭാഗ്യമെഴും വൻ പദവിയെ മർത്യർക്കരുളിയതാൽ സ്തോത്രം. ശബ്ദമാകാനും ദൗത്യവാഹകരാകാനും സാക്ഷ്യമാകാനും ഈ ഭാഗ്യം കർത്താവ് തന്നിരിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ പാടാമോ? കനിവും നല്ല മനസ്സലിവും കരുണയുമുള്ള കൃപാകരനേ, ഭാഗ്യമെഴും പദവിയെ മർത്യർക്കരുളിയതാൽ സ്തോത്രം. ആമേൻ.